സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവരെ വേറെ എങ്ങും കാണാൻ കഴിയില്ല. ജലാശയങ്ങൾ, തടാകങ്ങളൊക്കെ വളരെ വൃത്തിയാണ്. അവിടെയും ഒരു കരിയില പോലും, ഒരു ഇല പോലും അവിടെ വീണ് കിടക്കുന്നില്ല. പീരിയോഡിക്കലി അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളെ ഞങ്ങൾ ചെന്ന് സന്ദർശിച്ച സ്കൂളിൽ ഒരു പ്രത്യേകത, കയറി വരുമ്പോൾ തന്നെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. കുട്ടികൾ ആ കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ഭാവിയിൽ ഞാൻ ആരാകും എന്ന് കണ്ട് ആ രൂപം കണ്ണാടിയിൽ കണ്ടിട്ടാണ് അകത്തോട്ട് പോകുന്നത്. അപ്പം ഞാൻ ഡോക്ടറാവുമെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ഇട്ടേക്കുന്നത്, ഞാൻ കർഷകനാവുമെങ്കിൽ ഞാൻ അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടാണ് അകത്തോട്ട് പോകുന്നത്. പിന്നെ അവിടെ ഒരു അധ്യാപിക പറഞ്ഞ ഒരു കാര്യം, 4 കോൺസെപ്റ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ അവർ പറഞ്ഞത്: സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചൈൽഡ്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് പേരൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ടീച്ചർ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഗവൺമെൻറ്റിനാണ് വിദ്യാഭ്യാസത്തിലെ പൂർണ്ണ അധികാരം. ട്യൂഷൻ സെൻ്ററുകളോ അങ്ങനെയൊന്നുമില്ല. ഒരു അധ്യാപിക പറഞ്ഞത് വൈകുന്നേരം ഒരു കുട്ടികളെ ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്യണം. കുട്ടിയെ ഹോംവർക്ക് ചെയ്തപ്പോൾ നോട്ട്ബുക്കിനകത്ത് ചെടി വെച്ചിരിക്കുന്നുണ്ട്, അഴുക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഈ കുട്ടി എന്തായാലും നോട്ട്ബുക്ക് സൂക്ഷിക്കുന്നില്ലേ എന്ന് അറിയാനായിട്ട് കാണാൻ ചെന്നപ്പോൾ അമ്മ പച്ചക്കറി വയ്ക്കുകയാണ് റോഡിൽ. അപ്പോൾ അമ്മയാണ് ഹോംവർക്ക് അതിനകത്ത് ഇരുത്തി ചെയ്ത് കൊടുക്കുന്നത്. വളരെ പേരൻസ് വളരെ സെൻസിറ്റീവാണ് എഡ്യൂക്കേഷൻ കാര്യത്തിൽ. അവർക്ക് ഏറ്റവും പ്രധാന എഡ്യൂക്കേഷനാണ്. അപ്പോൾ വൈകുന്നേരം അമ്മ അടുത്ത് പിടിച്ചിരുത്തി പച്ചക്കറി കച്ചവടം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹോംവർക്ക് ചെയ്യിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്കൂളിൽ തീരുമാനം എടുത്തു, ഹോംവർക്ക് ചെയ്യാൻ പ്രയാസമുള്ള കുട്ടികൾ 5 മണിക്ക് ശേഷം സ്കൂളിൽ 1 മണിക്കൂർ കൂടി തരണം. ടീച്ചേഴ്സ് അവരെ ഹോംവർക്ക് ചെയ്യും. അത് പഠിപ്പിച്ചിട്ടേ വീട്ടിലോട്ട് വിടുകയുള്ളൂ. ഞങ്ങൾ കുറേ ഷോപ്പിംഗ് മാളുകളൊക്കെ അവിടെ സന്ദർശിച്ച സമയത്തൊന്നും കുട്ടികളെ ഞങ്ങൾ അവിടെ എല്ലാം കളിക്കില്ല. കുട്ടികൾക്ക് പഠനം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് തോന്നിയിട്ടുള്ളത്. അതേപോലെ അധ്യാപകർ, അവർക്ക് കുറച്ച് ദിവസം ക്ലാസ്സിൽ പീരീഡ് കുറവാണ്. പക്ഷേ എല്ലാ ചൈനീസ് അധ്യാപകരും ടീച്ചേഴ്സ് റിസർച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു TRG എന്നുള്ള സംഘടനയുണ്ട്, അതിൽ അംഗങ്ങളാണ്. അവർക്ക് ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടേ പറ്റും. അപ്പോൾ 4 വർഷത്തെ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞാൽ എല്ലാ അധ്യാപകരും ഗവേഷണം നടത്തിയേ പറ്റൂ. ഓരോ 4 വർഷം കൂടുമ്പോഴും ഇവരുടെ പ്രൊമോഷൻ തീരുമാനിക്കുന്നത് ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ഗവേഷണം എങ്ങനെയുള്ളതാണ്, കുട്ടികളുടെ പഠന മികവിനായിട്ടുള്ളതാണോ, വിടവ് കണ്ടെത്താനാണോ, ഏത് മേഖലയിലാണ് റിസർച്ച് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ടാണ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത്. ഓരോ 4 വർഷം കൂടുമ്പോഴും പ്രൊമോഷനുണ്ട്. ഒരു കിൻഡർ ഗാർഡൻ ടീച്ചർക്ക് ഒരു കോളേജ് പ്രൊഫസറിന്റെ സാലറി കിട്ടും. പ്രൊമോഷൻ എത്തിയാൽ ആസ് ഈക്വൽ ആസ് എ പ്രൊഫസർ, അങ്ങനെയാണ്. അതേപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൂടുതലുണ്ട്. ഏകദേശം 1 ലക്ഷത്തിൽ പുറത്താണ് സ്റ്റാർട്ടിങ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, സാലറി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സീരിയസ് ബിസിനസ്സാണ് ചൈനയുടെ വിദ്യാഭ്യാസം. അവിടെ ഞങ്ങൾ കുറച്ച് കോളേജുകൾ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവിടെ പറയുന്നത് ഓൾ തിയറീസ് ആർ ഫോർ സ്കിൽസ്, ഓൾ സ്കിൽസ് ആർ ഫോർ കരിയർ, ഓൾ കരിയർ ഫോർ നേഷൻ എന്നാണ്. രാജ്യമാണ് രൂപകൽപ്പന ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം ഇവിടുത്തെ വിദ്യാഭ്യാസം, കുട്ടികൾ എങ്ങനെയാണ് വളരേണ്ടത്. അപ്പോൾ കിൻഡർ ഗാർഡനിൽ ചെന്നപ്പോൾ കുട്ടികൾ നമ്മൾ കൺവെയർ ബെൽറ്റ്, എയർപോർട്ടിലെ കൺവെയർ ബെൽറ്റ് ഉണ്ടാക്കി കുട്ടികളാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ 2 കുട്ടികൾ എയർപോർട്ടിൽ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞത് കൺവെയർ ബെൽറ്റ് കണ്ടു, അതിനകത്ത് സാധനങ്ങൾ കയറി പോകുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ചെയ്തു നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അതിന് വേണ്ടുന്ന മെറ്റീരിയലുകളെല്ലാം ഈ കിൻഡർഗാർട്ടനിലുണ്ട്. എൻ്റെ മോൻ കണ്ടപ്പോൾ പറഞ്ഞു, നാട്ടിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പോലും ഇത്രയും മെറ്റീരിയൽസ് കാണത്തില്ല. ഒരു വർക്ക്ഷോപ്പിനേക്കാൾ മെറ്റീരിയൽ ചൈനയുടെ ആ കിൻഡർഗാർട്ടൻ സ്കൂളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ തടിയുടെ ചെറിയ ബ്ലോക്കുകളുണ്ട്, നമ്മുടെ വീട്ടിൽ അടിപ്പണി നടക്കുമ്പോൾ ബാലൻസ് വരുന്ന ബ്ലോക്കുകൾ, അതൊക്കെ വെച്ചിട്ട് കുട്ടികൾ പല രൂപങ്ങളാണ് നിർമ്മിക്കുന്നത് കാണാം. വളരെ ടീച്ചർ കുട്ടികളോടുള്ള മണ്ണപ്പം ചുടുന്നത് കണ്ടു. ഏറ്റവും കിൻഡർഗാർട്ടൻ 3 വർഷമാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് അതൊക്കെയാണ്. പിന്നെ അക്ഷരങ്ങൾ എഴുതിക്കുന്നത് കണ്ടത് നല്ല തുണിയിൽ പെയിന്റ് കൊടുത്തിട്ട് ബ്രഷ് ചെയ്യുകയാണ് അവർ അക്ഷരങ്ങൾ. അല്ലാതെ നമ്മളെ ഈ പഠിപ്പിക്കുന്നവർ പിടിച്ചിരുത്തി പഠിപ്പിക്കലല്ല, നല്ല തുണി അല്ലെങ്കിൽ നല്ല ഈ നമ്മുടെ പന പോലത്തെ ഇലകൾ, അതിലൊക്കെ അക്ഷരങ്ങൾ പെയിന്റ് ചെയ്യാൻ കളർ കൊടുക്കുന്നുണ്ട്, ബ്രഷ് കൊടുക്കുന്നുണ്ട്, പെയിന്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഒരു അക്ഷരങ്ങൾ പഠിക്കുന്നത്. ഈ കിൻഡർഗാർട്ടനിൽ ഒരിടത്ത് പോലും അക്ഷരങ്ങൾ കണ്ടിട്ട് പഠിപ്പിക്കുന്നതായിട്ട് കണ്ടില്ല. പിന്നെ ഒരു തിയേറ്റർ ഉണ്ട്, അവിടെ കുറേ മുഖംമൂടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ടീച്ചറും കുട്ടികളും കൂടി അവിടെ പല മുഖംമൂടികളിട്ട് നാടകം കളിക്കുകയാണ്. ഇങ്ങനെ ഒരു നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതായിട്ടുള്ള രീതി എന്നും കാണാൻ കഴിയില്ല. കുട്ടികൾ ആസ്വദിച്ച് തന്നെയാണ് ഈ സമയം മുഴുവൻ ഇരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് തോന്നിയത് ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സ്കൂളുകളുമായിട്ട് അഫിലിയേറ്റഡാണ്. ഞങ്ങളൊരു സ്കൂളിൽ ചെന്നപ്പോൾ, മ്യൂസിയത്തിൽ ചെന്നപ്പോൾ ആ ഏരിയയിലുള്ള എല്ലാ സ്കൂളുകളും മ്യൂസിയവുമായിട്ട് അഫിലിയേറ്റഡാണ്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ ഈ സോഷ്യൽ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്നതിന് ആർക്കിയോളജിസ്റ്റുകളുടെ ഉൾപ്പെടെ സഹായത്തോടെയാണ് പഠിപ്പിക്കുന്നത്. കിൻഡർഗാർട്ടൻ പോലും അവിടുത്തെ ഇലക്ട്രോണിക്സ് ആൻഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അഫിലിയേറ്റഡാണ്. കുട്ടികൾക്ക് ചെറിയ മോട്ടറുകൾ, കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള മോട്ടറുകളൊക്കെ അധ്യാപകർ തന്നെ ചെയ്തു കൊടുക്കുന്നത് ഈ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെയാണ്. അപ്പോൾ അത് വളരെ രസകരമായ ഒരു കാഴ്ചയായിട്ട് തോന്നി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത് മാതൃഭാഷയിൽ പഠനം നടക്കുന്നു എന്നുള്ളതാണ്. മണ്ഡലത്തിലാണ് അവരുടെ ഭാഷ. ഞങ്ങളോട് ചെന്ന് നന്നായിട്ട് ബുദ്ധിമുട്ടി, കാരണം ലോക്കൽ പീപ്പിളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഐഡിയ ഇല്ല, ഗൂഗിൾ പോലും ഇല്ല.
അവിടെ ഇംഗ്ലീഷും അറിയത്തില്ല. അപ്പോൾ ആൾക്കാർ പക്ഷേ അവരെത്രമാത്രം സ്വാശ്രയരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അവിടെ ഞാൻ കാൽവേദനയായിട്ടൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നു. ഡോക്ടർക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട്, ഗൂഗിൾ ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ അത്തരത്തിൽ മാതൃഭാഷയിൽ പഠിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രമാത്രം, അല്ലെങ്കിൽ ചൈന ഇത്രമാത്രം പുരോഗതി പ്രാപിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഒരു സ്കൂളിൽ അവിടെ ഒരു നമ്മുടെ ECA എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പഠിപ്പിക്കാൻ ഒരു സ്കൂളുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ആ ലൊക്കാലിറ്റിയിൽ സ്കൂൾ കുട്ടികളെ എല്ലാ സ്കൂളിൽ കൊണ്ടുവരും. അവിടെയാണ് പെയിന്റിങ്, ഡാൻസ്, റോബോട്ടിക്സ്, അതേപോലെ തന്നെ അവിടെ AI പ്രോംപ്റ്റ് കൊടുക്കുന്നത്, പഠിപ്പിക്കുന്നത്. പ്രോംപ്റ്റ് ഡിസൈനിങ് ചെറിയ കുട്ടികളെ, LP ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ്ടു. നമ്മളിപ്പോൾ അധ്യാപകർ പ്രോംപ്റ്റ് ഡിസൈനിങ് ഇന്ന് പഠിച്ചു, അവിടെ കുട്ടികൾ പ്രോംപ്റ്റ് ഡിസൈനിങ് അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം നമുക്കറിയാം DeepSeek പോലെയുള്ള ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ ചൈനയുടെ കയ്യിലുള്ളത് അവർ മാതൃഭാഷയിൽ പഠിക്കുന്നത് കൊണ്ടാണ്. അവരുടെ രാജ്യമാണ് വിഭാവനം ചെയ്യുന്നത് ഓരോ കുഞ്ഞുങ്ങളും എങ്ങനെയായിരിക്കണം. രാജ്യത്തിൻ്റെ ആ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് കുട്ടികളെ അവർക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ലൈഫ് സിമ്പിളാക്കാനുള്ള, ജീവിതം എളുപ്പമാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതിനുള്ള പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കാനാണ് സ്കൂളുകളിൽ പറയുന്നത്. അതിന് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൻ്റെയൊക്കെ സഹായം അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞത്, അമ്മ മാറ്റി തട്ടി മറിഞ്ഞു വീണു, അപ്പോൾ എനിക്ക് ഗ്രിപ്പുള്ള മാറ്റം ഉണ്ടാക്കണം. അപ്പോൾ കുട്ടിക്ക് ഗ്രിപ്പുള്ള മാറ്റം ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ ആ സ്കൂളിൽ ലഭ്യമാണ്. അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കും. ഏത് ഡിപ്പാർട്ട്മെന്റ് സഹായം വേണോ ആ സഹായം അവർക്ക് ലഭ്യമാക്കാൻ കഴിയും. പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിനടുത്തൊരു തടാകം, ഒരു ചെറിയ തോടുണ്ടായിരുന്നു. ഒരു അഴുക്കില പോലും അതിനകത്തില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ആൾക്കാർ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, വെള്ളം ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുന്ന കുറേ മരങ്ങൾ, വേരുള്ള ചെടികൾ അതിൻ്റെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സാധനങ്ങളൊക്കെ അവിടെയൊക്കെ ഉൾപ്പെടെങ്ങൾ റോഡിൽ ഒരു റാക്ക് വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുവെക്കുന്നത്, വീട്ടിൽ കൊണ്ടുവരാറില്ല. അവിടെ ഞങ്ങൾ ചോദിച്ചത് ആരും എടുത്തുകൊണ്ട് പോകുന്നതിന് ഇല്ല, അവരവർ വന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. അവിടെ റോഡിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നിയമങ്ങൾ വളരെ കർശനമാണ്. പിന്നെ കുറച്ചൊരു തോന്നിയത് പബ്ലിക് സ്പീക്കിംഗ്, സ്മോക്കിംഗ് അവിടെ അലോവാണ്. എപ്പോഴും ആൾക്കാരുടെ ചുണ്ടിലിരിക്കുന്ന സിഗരറ്റ് കാണും. അതേപോലെ റെസ്ട്രിക്ഷൻസ് ഇല്ല, ബീവറേജൊക്കെ എല്ലാ കടകളിലൊക്കെ ലഭ്യമാണ്. അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ജനാധിപത്യത്തിൻ്റെ ഒരു അഭാവം, ജനങ്ങൾക്ക് കുറച്ച് സന്തോഷം കുറവാണോ, ഇനി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇംഗ്ലീഷ് അറിയില്ല, അവർക്കറിയില്ല. നമ്മൾ ഒരു സ്റ്റെയർ ലുക്കിംഗ് ഒന്നുമില്ല. നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പം ഇപ്പം നമ്മുടെ നാട്ടിലത് കുറവുണ്ട്. നല്ല സിവിക് സെൻസ് ഉള്ള ആൾക്കാരാണ്, അവർ മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ വളരെ വളരെ വൃത്തിയുള്ള ഒരു നാട്, വളരെ അച്ചടക്കത്തോടെ ഗവൺമെന്റിന്റെ റൂളുകൾ അനുസരിക്കുന്ന ഒരു നാടിനെ കണ്ടു. കുട്ടികൾ, എനിക്ക് തോന്നി ഇപ്പോഴീ ട്രെയിനിനൊക്കെ കിട്ടിയ ഭാവിയിൽ ചൈന എന്തായി മാറും. ഒരുപക്ഷെ അമേരിക്കയെ തള്ളി 3-ാം സ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ചൈനയാവും. അതിന് പ്രധാന കാരണം അവരുടെ രാജ്യം, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ അവിടുത്തെ കുട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു.